ഞാനൊരു ക്രിസ്ത്യനാണ്. വളരെ റിലീജിയസ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫും ടീച്ചിങ്സും പിന്നെ എൻ്റെ ലൈഫിൽ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള നാച്ചുറലായിട്ടുണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും സംസാരിക്കാനുമായിട്ടാണ് ഈ പാട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്തെ 4ാമത്തെ പാട്ട് തുടങ്ങുന്നത്. ഇതാണ് ഈ ബുക്കിലെ ഏറ്റവും വലിയ പാട്ടും. ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ്, ദൈവം തന്നെ മനുഷ്യപുത്രനായിട്ട് വന്നു. അതും കിങ്ങായിട്ടല്ല വന്നത്, ഒരു റൂളറായിട്ടല്ല വന്നത്, ഒരു സാധാരണ മനുഷ്യനായിട്ട്. എന്തിന്? അദ്ദേഹം ജീവിതം അതേ കണക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്തു. എങ്ങനെയായിരുന്നു വന്നത്? സ്വന്തം ജീവിതത്തിൽ കംപ്ലീറ്റായിട്ട് ഓണസ്റ്റായിട്ട് ഓതൻറ്റിക്കായിട്ട് പ്യുവറായിട്ട് ജീവിച്ചു. ഇതിനകത്ത് താൻ ദൈവമാണെന്ന് അറിഞ്ഞിരുന്നിട്ട് പോലും, സ്വന്തമായിട്ട് അറിവുണ്ടായിരുന്നു, എന്നിട്ട് പോലും സ്വന്തം ഡിവൈൻ പവർ ഒരിക്കൽ പോലും ജീവിതത്തിൽ തനിക്ക് വേണ്ടി ഉപയോഗിച്ചില്ല. കുരിശുമരണ സമയത്ത് പോലും, അത്രയും വേദന നിറഞ്ഞ ഒരു മരണസമയത്ത് പോലും സ്വന്തം പവർ ഉപയോഗിച്ച് രക്ഷപ്പെടാനൊന്നും നോക്കിയില്ല. സ്വന്തം ജീവിതം അതേ കണക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്തു. എന്താണോ വന്നത് അതേ കണക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്തു. തനിക്ക് സത്യമായിട്ട് ജീവിച്ചു, പ്യുവറായിട്ട് ജീവിച്ചു. എന്തിന്? എന്തായിരുന്നു ജീസസ് ക്രൈസ്റ്റ് ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തരാൻ നോക്കിയത്? എന്തായിരുന്നു അങ്ങനെ ജീവിച്ചതിൻ്റെ ഉദ്ദേശം? എന്ത് മാതൃക തരാനാണ് യേശു ക്രിസ്തു നോക്കിയത്? അപ്പോൾ ഇതാണ് ഇതിനകത്ത് ബേസിക്കായിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം ഇതിനകത്ത് പറയുന്നത്, നമുക്ക് ഇതിനുള്ള ഉത്തരം ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനുള്ള ഉത്തരം അതിനകത്തുണ്ട്. നമ്മൾ ആരാണ്? നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണ്? നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ഒരുവിധ ക്വസ്റ്റ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും, ലൈഫിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ നമുക്കുണ്ടോ അതിനുള്ള ഉത്തരങ്ങൾ തരാനായിട്ടാണ് ദൈവം മനുഷ്യപുത്രനായിട്ട് വന്ന് സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ച് മരിച്ച് എല്ലാം ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ കാണിച്ചു തന്നത്. സ്വന്തം ജീവിതത്തിൽ സ്വന്തം പവർ അറിഞ്ഞിട്ട് പോലും ഒന്നും ഉപയോഗിക്കാതെ തനിക്ക് ട്രൂ ആയിട്ട് പ്യുവറായിട്ട് ജീവിച്ചു, ജനിച്ചു, മരിച്ചു. എന്തായിരുന്നു ഈ ലൈഫ് കൊണ്ട് നമുക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത്? ഒരിക്കലും യേശുക്രിസ്തു വന്നത് ഇവിടെ ഒരു പുതിയ റിലീജിയൻ ഉണ്ടാക്കാനല്ല, മാതൃകയാവാനായിരുന്നു. ബൈബിളിലും പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്, ജീവിതം മാതൃകയാക്കി കാണിച്ചു തന്ന, വെറും വാക്കുകളല്ല, ജീവിതം മാതൃകയാക്കി കാണിച്ചു തന്ന വ്യക്തിയാണ് യേശുക്രിസ്തു. തനിക്ക് സത്യമായിട്ട് ജീവിച്ചു, പ്യുവറായിട്ട് ജീവിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനുഷ്യർക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരാനായിട്ട് ദൈവം തന്നെ മനുഷ്യനായിട്ട് വന്നു. നമുക്ക് ആർക്കും മനസ്സിലാവാതെ നടന്നൊരു സമയത്താണ് യേശുക്രിസ്തു വന്നത്. തൻ്റെ ജീവിതം മാതൃകയാക്കി കാണിച്ചു തന്നു. ഒരിക്കലും എന്താണ് യേശുക്രിസ്തു സ്വന്തം ജീവിതം വഴി നമ്മളെ കാണിച്ചു തരാൻ നോക്കിയ സത്യം? ജീവിതത്തിൽ സത്യം മാത്രം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലേ? നമ്മൾ കേട്ടത് രീതികൾ മാറിപ്പോയായിരിക്കും, നമ്മൾ മനസ്സിലാക്കിയ രീതികൾ മാറിപ്പോയായിരിക്കും, നമുക്ക് പറഞ്ഞു തന്ന രീതികൾ മാറിപ്പോയി കാണും. അങ്ങനെയായിരിക്കും സത്യങ്ങൾ നമുക്ക് മാറ്റങ്ങൾ വന്നേക്കുന്നത്. പക്ഷേ യേശുക്രിസ്തു എപ്പോഴും സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലാർക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഏത് റിലീജിയൻ എടുത്താലും എല്ലാവർക്കും പറയാനുള്ളത് അത് തന്നെ, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് സത്യമായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് യേശുക്രിസ്തു. എന്നിട്ട് നമുക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അന്നും പലർക്കും പറ്റിയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ക്രിസ്ത്യാനിറ്റിക്കും ആ സത്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം. കാര്യം യേശുക്രിസ്തുവിൻ്റെ
യേശു പഠിപ്പിച്ചത്. ഒരിക്കലും പുറത്തുള്ളൊരു ശക്തിയെ ദയവായി കണ്ട് പ്രാർത്ഥിക്കാനായിരുന്നില്ല. എല്ലാം കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു. നമ്മുടെ ഉള്ളിലാണ് ദൈവരാജ്യം എന്നാണ് പറഞ്ഞത്. യേശു ക്രിസ്തു സംസാരിച്ചതെല്ലാം സിംബോളിക്കായിട്ടാണ്, ഒന്നും ഡയറക്റ്റ് ആയിരുന്നില്ല. കാര്യം ഇത് നമ്മളുടെ ഉള്ളിലുള്ള സത്യം ഇത് കണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് അത് മനസ്സിലാക്കി, ആ സത്യം മനസ്സിലാക്കിയെടുക്കണം. കാര്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാണ്. ഈ ലോകത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ട് നമ്മളെല്ലാം കരുതുന്ന ഏറ്റവും വലിയ ശക്തി നമ്മൾ വിചാരിക്കുന്ന ആ എനർജിയാണ്. അപ്പോൾ അതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് എളുപ്പമാക്കി തരില്ല. അത് നമ്മളായിട്ട് തന്നെ കണ്ടെത്തേണ്ടതാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ നമ്മുടെ ജീവിതം നമ്മളെ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് പല രീതിയിലാണ്, പല ഷേപ്പിലാണ്, പല രൂപത്തിലാണ്. നമ്മളുടെ ഉള്ളെന്ന് പറഞ്ഞാൽ എത്രത്തോളം ശുദ്ധമാണെന്നുള്ളത് നമുക്ക് തന്നെ അറിഞ്ഞിടാത്തൊരു കാര്യമാണ്. ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഇത്രയാണെന്ന് വിചാരിക്കും, പിന്നെയും നമ്മുടെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് തന്നെ അറിയാം. നമുക്ക് ബാക്കിയുള്ളവരോട് എത്ര പ്രിറ്റൻഡ് ചെയ്ത് നമുക്ക് കാണിച്ചാലും ബാക്കിയുള്ളവരെ പറ്റിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളെ തന്നെ പറ്റിക്കാൻ പറ്റാത്ത ഒരു മനസാക്ഷിയുണ്ട് നമ്മുടെ ഉള്ളിൽ. നമുക്ക് ആർക്കും ഒളിക്കാൻ പറ്റാത്തൊരു സ്ഥലം. അവിടെ നമുക്കൊന്നും കള്ളം പറയാനില്ല, ഒന്നും ഒളിക്കാനില്ല. അവിടെ നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലർക്കും പേടിയാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ, അങ്ങനെ ഇരിക്കാൻ, സംസാരിക്കാൻ. ഒറ്റയ്ക്കിരിക്കാൻ പലർക്കും പേടിയാണ്. കാര്യം ഒറ്റയ്ക്കിരിക്കുമ്പം നമ്മളെ തന്നെ കാണാൻ തുടങ്ങും. അത് കാണാൻ പലർക്കും പേടിയാണ്. റെസ്പോൺസിബിലിറ്റി സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ പലർക്കും പേടിയാണ്. അതുകൊണ്ട് പലർക്കും ഇഷ്ടം ഈ ശക്തി എൻ്റെ ഉള്ളിലല്ല എന്ന് പറഞ്ഞ് പുറത്ത് കൊടുക്കാനാണ് ഇഷ്ടം. അപ്പം നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ, ഇതൊന്നും എൻ്റെ കുഴപ്പമില്ല, എൻ്റെ വിധിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സ്വന്തമായിട്ട് ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാനാണ് എൻ്റെ ലൈഫിൻ്റെ ഉത്തരവാദി, അല്ലെങ്കിൽ ഐ ആം ദ വൺ എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അതൊരു ബർഡനായിട്ടും തോന്നാം, ബ്ലെസ്സിങ് ആയിട്ടും തോന്നാം. ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നൊരു സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ റെഡി ആയിട്ടുള്ളവർക്ക് മാത്രമേ അത് തോന്നത്തുള്ളൂ. അല്ലാത്തുള്ളവർക്ക് അതൊരു ബർഡനായിട്ട് തോന്നും. അവിടുന്ന് ഓടി ഒളിക്കുന്ന ഒരു സ്ഥലമാണ് റിലീജിയൻ പറഞ്ഞ ദൈവം. എനിക്ക് എൻ്റെ വിശ്വാസം മതി, എനിക്കിങ്ങനെ വിശ്വസിക്കുന്നതാണ് എനിക്ക് എളുപ്പം എന്ന് വിചാരിച്ച് പോകുന്നവർക്ക് അങ്ങനെയും പോവാം. ലൈഫിലൊരു മാറ്റവും വരില്ല. കാര്യം നിങ്ങളുടെ ഉള്ളിൽ ദൈവമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പുറത്ത് വിളിക്കുന്നു. നിങ്ങൾക്കുള്ളിലാണ് നിങ്ങൾക്ക് ആ ശക്തി ദൈവം തന്നേക്കുന്നത്. നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ സത്യം തന്നേക്കുന്നത് കണ്ടെത്തേണ്ടത് ഉള്ളിലാണ്. അപ്പം നിങ്ങളത് പുറത്തൊരു പേരിട്ടിട്ട് പുറത്തൊരു വ്യക്തിക്ക് ദൈവം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. അതാണ് ബുക്കിലും പറയുന്നത്. യേശു ക്രിസ്തു പറഞ്ഞത്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാമെന്ന് പറഞ്ഞു. എങ്ങനെ? കാര്യം എൻ്റെ ഉള്ളിലുള്ള അതേ എനർജി തന്നെയാണ്, അതേ ആത്മാവ് തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ളത്. നിങ്ങളും എന്നെപ്പോലെ, നിങ്ങളെ യേശുക്രിസ്തു വിളിച്ചത് നമ്മളെ ഉയർന്ന ആൾക്കാർ താഴ്ന്ന ആൾക്കാരെന്നല്ല, ഈക്വൽസ് എന്നാണ് വെച്ചാൽ നമ്മളെല്ലാവരും ഒന്നാണെന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ ദൈവമാണല്ല, നിങ്ങളെല്ലാം എന്നെക്കാട്ടി കുറഞ്ഞ ആൾക്കാരെന്നല്ല പറഞ്ഞത്, നമ്മളെല്ലാം ഒന്നാണെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? നമ്മളെല്ലാം വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ദൈവമായിരുന്നു വിശ്വസിക്കുന്നു. അമാനുഷിക ശക്തികളുണ്ടായിരുന്നു, പലരെ സുഖപ്പെടുത്തി ഉള്ള കഥകളെല്ലാം നമ്മൾ വായിക്കുന്നതൊക്കെ കറക്റ്റാണ്. എങ്ങനെ ഈ ശക്തി എവിടുന്ന്? എന്തുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ ചെയ്ത കാര്യങ്ങൾ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാമെന്ന് പറഞ്ഞു? എന്തുകൊണ്ട് പറഞ്ഞു? കള്ളം പറയത്തില്ല, കള്ളം പറയുന്നൊരു വ്യക്തിയല്ല അത്, അതും സിംബോളിക്കല്ല. നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞു. കാണിച്ചു തരാൻ നോക്കിയത് നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ ശക്തി എന്താണെന്നാണ്. തൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ അതേ ശക്തി അത് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്നും കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്. മനുഷ്യനായി ജീവിച്ചു, ഉള്ള എല്ലാം കാണിച്ചു കണ്ട മാതൃക യേശുക്രിസ്തുവിൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ ഉത്തരങ്ങളും ഉണ്ട്. അത് അതേ കണക്ക് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ജീവിതം മാതൃകയാക്കി കാണിച്ചു തന്ന ആളാണ് യേശുക്രിസ്തു. അല്ലാതെ എന്നെ നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾക്ക് പുതിയ ഒരു റിലീജിയൻ ഉണ്ടാക്കണം, സിസ്റ്റം വേണം, റൂൾസ് വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഉണ്ടാക്കിയതെല്ലാം മനുഷ്യനുണ്ടാക്കിയ റൂൾസാണ്. അതല്ല, റിലീജിയൻ ഉണ്ടാക്കിയത് മനുഷ്യനാണ്. അതും ക്രിസ്ത്യാനിറ്റി ഫോം ചെയ്തത് തന്നെ യേശുക്രിസ്തു മരിച്ച് ആഫ്റ്റർ 300 AD കഴിഞ്ഞതിന് ശേഷം കണ്ടാണ്. സത്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഉത്തരങ്ങളുണ്ട്. ഇത് ഫോം ചെയ്തത് എന്തിന്, എങ്ങനെ ഫോം ചെയ്തപ്പോൾ കളക്ട് ചെയ്ത ബുക്കുകൾ ഏതൊക്കെ ബുക്കുകൾ ഒഴിവാക്കി. ഇതിനകത്ത് യേശുക്രിസ്തുവിൻ്റെ ലൈഫ് പറയുമ്പോൾ പറയാത്ത ടൈം പീരീഡുകളുണ്ട്. ആ ടൈം പീരീഡുകളെ ചേർത്ത് വെച്ചാൽ കറക്റ്റ് ഉത്തരങ്ങൾ കിട്ടും. ഒരാളുടെ ജീവിതത്തിലെ മെയിൻ ടൈം പീരീഡുകളാണ് ബൈബിളിൽ പറയാത്തത്. ജസ്റ്റ് ഒരു സെൻറ്റൻസിൽ പറഞ്ഞങ്ങ് നിർത്തുകയാണ്. എന്തുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി?
നമുക്ക് എപ്പോഴും തോന്നിയിട്ടില്ലേ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും തോന്നിയിട്ടുള്ള അംശമായിരിക്കും. പിന്നെ നമ്മൾ വിശ്വാസികളാണ്, നമ്മളൊന്നും ക്വസ്റ്റ്യൻ ചെയ്യില്ല, നമ്മൾ കേട്ടാൽ അതെനിക്ക് വിശ്വസിച്ച ആൾക്കാരാണ്. ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിനെതിരായിട്ടല്ല. ഫസ്റ്റ് തിങ്, എനിക്ക് അന്നത്തെക്കാട്ടി ഇപ്പോഴാണ് യേശുക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാര്യം എനിക്ക് മാതൃകയാണ് പുള്ളി, മാതൃകയാണ് യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഐഡലാണ്, എന്താ അതിന് പറയാം, അത്രയാണ്. സത്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും വലിയ വഴി യേശുക്രിസ്തുവായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിനെതിരായിട്ടല്ല, സിസ്റ്റത്തിനെതിരായിട്ടാണ്. നമ്മളെ സത്യത്തിൽ നിന്ന് മാറ്റിവിട്ട സിസ്റ്റത്തിനെതിരായിട്ട്. ഇതെങ്ങനെ ഉണ്ടായി, ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. കാര്യം നിങ്ങളുടെ സത്യം നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അതിലേക്കൊരു ചെറിയൊരു പ്രകാശം മാത്രമാണ് ഈ ബുക്ക്, എൻ്റെ ഈ വീഡിയോയും ഞാൻ ഉദ്ദേശിക്കുന്നത്. യേശുക്രിസ്തു സത്യം മാത്രം പറഞ്ഞു. തൻ്റെ ഉള്ളിലാണ്, നമ്മുടെ ഉള്ളിലാണ് ദൈവം ഉള്ളത്. കാര്യം നമ്മുടെ ആത്മാവ്, നമ്മുടെ സോൾ, നമ്മുടെ എനർജിയാണ് ദൈവം. അതാണ് നമ്മളുടെ ലൈഫ് നിർണ്ണയിക്കുന്നത്. പുറത്ത് വിളിച്ച് കരഞ്ഞിട്ടോ അപേക്ഷിച്ചിട്ടോ കാര്യമില്ല. കാര്യം ചോദിക്കേണ്ടത് ഉള്ളിലാണ്. എന്നിട്ട് എനിക്ക് സത്യമാവണം, 100% എനിക്ക് സത്യമാവണം, എനിക്ക് പ്യൂർ ആവണം. അപ്പം എനിക്കുള്ള ഉത്തരങ്ങൾ കിട്ടാൻ തുടങ്ങും. കാര്യം ഞാൻ അപ്പോഴാണ് ദൈവത്തിൻ്റെ എനർജിയായിട്ട് അലൈൻഡ് ആവുന്നത്. ആ അലൈൻഡായാൽ മാത്രമേ ഉള്ളൂ എനിക്ക് അവിടെ നിന്നുള്ള സത്യങ്ങൾ കിട്ടൂ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടതും ചെറിയ കാര്യമാണ്. നമുക്ക് സത്യമായിരിക്കുക, പ്യുവറായിരിക്കുക, ആർക്കും ഒരു ദ്രോഹം വരാതെ നമ്മൾ സത്യമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക്. എനിക്ക് സത്യമായി കഴിഞ്ഞാൽ എനിക്ക് ആരോടും കള്ളം പറയേണ്ടതില്ല. പക്ഷേ ഇതിലേക്കുള്ള പ്രോസസ്സ് ഒട്ടും എളുപ്പമല്ല. കാര്യം ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി 100% ഏറ്റെടുക്കുക. എല്ലാം എൻ്റെ ലൈഫ് നടന്നതിന് ഞാൻ തന്നെയാണ് കാരണം, വേറെ ആരും ഇതിന് കാരണക്കാരല്ല. നമ്മൾ പലരെയും പല ടൈമിൽ ബ്ലെയിം ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, എല്ലാം സ്വന്തമായിട്ട് ഏറ്റെടുക്കുക. ഞാൻ തന്നെയാണ് ഉത്തരവാദി എന്ന് ഏറ്റെടുക്കുക. എല്ലാവരോടും ക്ഷമിക്കുക, അതൊന്നാമത്തെ കാര്യം. ഫോർഗീവ് എവ്രി വൺ. ലിസ്റ്റിലുള്ള എല്ലാവരോടും ക്ഷമിക്കുക. കാര്യം ഞാനാണ് ഉത്തരവാദി, ലൈഫിലെല്ലാം നടന്നതിന് ഉത്തരവാദി ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ആരോടും ദേഷ്യം വയ്ക്കേണ്ട കാര്യമില്ല. അവരുടെ അറിവ് കുറവോ കൂടുതലോ എല്ലാം എന്നെ വധിക്കുന്നതല്ല. അവരെന്ത് പറഞ്ഞ് കേട്ട് അല്ലെങ്കിൽ ചെയ്തു എന്നുള്ളത് അവരുടെ അറിവിൻ്റെ കുറവ് കൊണ്ടാണെന്നുള്ള സത്യം മനസ്സിലാക്കുക. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്നതിന് ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കുക. ആ കാരണങ്ങൾ സത്യം കണ്ടെത്തുക. നിങ്ങളുടെ സത്യം കണ്ടെത്തുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നടന്ന എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാവും. 2 ഡോട്ടുകൾ ചേർന്ന് ഓരോ ആൻസറിലേക്കാണ് എത്തിക്കുന്നത്. അവിടെ നമുക്ക് പിന്നെ പരാതിയില്ല, പരിഭവമില്ല, ആരോടും ഒന്നും പറയാനില്ല. കാര്യം ഉത്തരങ്ങളായി. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടുന്ന ഉത്തരങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതേ കണക്ക് ഓരോ വ്യക്തികളുടെ ഉള്ളിൽ അവരുടെ ജീവിതത്തിൽ വേണ്ടുന്ന ഉത്തരങ്ങൾ, എന്തൊക്കെ സംശയമുണ്ടോ, എന്തൊക്കെ ചോദ്യമുണ്ടോ, അതിനുള്ള ഉത്തരങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ഉത്തരങ്ങൾ കിട്ടണമെങ്കിൽ ഒറ്റ കാര്യം, നിങ്ങളുടെ സത്യം കണ്ടെത്തുക. സത്യം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ദൈവത്തെ കണ്ടെത്തുക. ദൈവം സത്യമാണ്, ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ദ ട്രൂത്ത് ആൻഡ് ഹിസ് ദ ലവ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവം 100%, അവിടെ കുറവും കൂടുതലും ഇല്ല. സ്റ്റിൽനെസ്സാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അതെന്ന് പറയുന്നത് ഒന്നിൻ്റെ ആബ്സെൻസ് അല്ല, എല്ലാത്തിൻ്റെയും പ്രസൻസാണ്. അതാണ് ആ സ്റ്റിൽനെസ്. എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്, എന്നാലും ഉൾക്കൊള്ളാനുള്ള കഴിവ് അതിലുണ്ട്. ശാന്തത, അതാണ് നമ്മൾ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന, ലൈഫിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്ലസ് അതാണ്. ശാന്തരായിരിക്കും നമ്മൾ. അപ്പം ഒട്ടും എളുപ്പവഴിയല്ല. പറയുന്ന കണക്ക് തന്നെ, ബൈബിളിൽ പറയുന്ന കണക്ക് തന്നെ, സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതാണ്. അതെ, അത് സ്വർഗം അപ്പുറത്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വഴി ഏതായാലും നമ്മൾ നടക്കത്തില്ലേ. കാര്യം എത്തിച്ചേരാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ അതാണ്, നടക്കും. പക്ഷെ നമുക്ക് കാണിച്ചു തന്നേക്കുന്നത് ആഫ്റ്റർ ഡെത്ത് എന്നുള്ളത്. യേശുക്രിസ്തു വന്നിട്ട് പറഞ്ഞത് സ്വർഗം, നിങ്ങൾക്ക് വിമോചനം ഇവിടെ, ഇപ്പോൾ, നൗ എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇത് മരിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു സംഭവം എന്നല്ല പറഞ്ഞത്. അത് റിലീജിയൻ പിന്നെ മാറ്റിയതാണ്. ഈ ഫിയർ ബേസ്ഡാക്കി റൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയ റിലീജിയനാണ്. ഇതൊന്നും യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. അതാർക്കും എന്താ പറയുക, ആർക്കും വാദിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ദൈവവചനം വളച്ചൊടിക്കാം, യേശുക്രിസ്തുവിൻ്റെ വചനം വളച്ചൊടിക്കാം. പക്ഷേ യഥാർത്ഥ സത്യം എന്താണെന്ന് എല്ലാവർക്കും ഉള്ളിലറിയാം. ഇതിനകത്ത് ആർക്കാ ബെനിഫിറ്റ്? നമ്മളിങ്ങനെ പേടിയിലിട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ റൂൾസിനകത്തിട്ടിട്ട് ആർക്കാ ബെനിഫിറ്റ്? നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ ഇത്രയും വർഷങ്ങളായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്തിട്ട്? അതേസമയം പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞത് ഇത് തന്നെ.
നിങ്ങളുടെ ഉള്ളിലെ സത്യം കണ്ടെത്തുക. അതിന് കുറച്ച് സമയം, ഇത്രയും വർഷങ്ങൾ നമ്മൾ എന്തായാലും പുറത്തൊരു ശക്തിക്ക് ഇത് കൊടുത്തിട്ട് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, യേശു ക്രിസ്തു തന്നെ പറയുന്ന ഒരു കാര്യം ഇതാ: നിങ്ങൾ എന്നെ വിളിച്ച് അപേക്ഷിച്ചിട്ട് കാര്യമില്ല. കാര്യം ഞാൻ മനുഷ്യപുത്രനായിട്ട് വന്ന് നിങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നു എന്താണെന്നുള്ളത്. നിങ്ങൾ എത്രത്തോളം പവർഫുള്ളാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നു. പുറത്തുനിന്നുള്ള എനിക്ക് വേറൊരാളുടെ ലൈഫിൽ ഒരു അതോറിറ്റിയും ഇല്ല. അത് ഒന്നാമത്തെ കാര്യം. നമ്മൾ എപ്പോഴും ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ ലൈഫിൽ കയറി ഇടപെടുക എന്നുള്ളതാണ്. അത് എല്ലാവരും യുണീക്കാണ്, എല്ലാവരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും അവരവരുടെ ലൈഫ് അവരവരുടെ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അത് ഒന്നാമത്തെ കാര്യം. നോ വൺ ഓൺസ് എനി വൺ. ഒരാൾക്കും ഒരാളുടെ മേലും ഒരധികാരവുമില്ല. അപ്പന് മക്കളുടെ പേരിലും എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തങ്ങളുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ആർക്കും ആരുടെ മേലും ഒരു അധികാരവുമില്ല. ഓരോരുത്തരുടെ ലൈഫ് അവരവരുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, ഇപ്പോൾ റിലേഷൻഷിപ്പായാലും എന്തായാലും നമുക്കൊരു പേഴ്സണൽ സ്പേസ്, ഒരു ഫ്രീഡം ഉണ്ട്. അത് ഡിസ്റ്റർബ് ആവുന്നതാണ് എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ കാരണം. എല്ലാത്തിനും തുടക്കം അവിടെ നിന്നാണ്. കാര്യം എനിക്കിപ്പോൾ എത്രത്തോളം എൻ്റെ പേഴ്സണൽ സ്പേസ്, ഫ്രീഡം ഇമ്പോർട്ടൻ്റ് ആണോ, അതേ കണക്ക് തന്നെ മറ്റൊരാളുടെ സ്പേസും ഫ്രീഡവും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും വേണം. കാര്യം അവരും ഇതേ കണക്കുള്ളൊരു വ്യക്തിയാണ്, അവർക്കും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ആരും ആരുടെ അടിമകളല്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും അപ്പം മക്ക പെൺപിള്ളേർക്ക് ഒട്ടുമില്ല ഫ്രീഡം ഇല്ല. ആണ് പെണ്ണ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരുടെ ഉള്ളിലുള്ള എനർജി ഒന്ന് തന്നെയാണ്. എല്ലാവരുടെ ഉള്ളിലുള്ള ആത്മാവ് ഒന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ അതേ, ക്രിയേറ്ററിൻ്റെ അതേ എനർജി തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലുള്ളത്. അത് ദൈവത്തിൻ്റെ ആവശ്യമാണ് എല്ലാവരിൽ നിന്നും യുണീക്കായിട്ടുള്ള എക്സ്പീരിയൻസ് വേണമെന്നുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഇതാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും സെയിം ആവത്തില്ലായിരുന്നു. നോ ടു പേഴ്സൺസ് ആൻഡ് സെയിം. ലൈക്ക് എന്താ പറയുക, രണ്ട് പേര് ഒരിക്കലും ഒരേ കണക്കുള്ള രണ്ട് പേരില്ല. സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷേ സെയിം ആയിട്ടുള്ള രണ്ട് വ്യക്തികളില്ല. ഡിഫറൻസസ് എന്തായാലും ഉണ്ട്. അങ്ങനെയാണ്, എല്ലാവരും യുണീക്കാണ്. അപ്പോൾ എല്ലാവർക്കും അതേ കണക്ക് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. അപ്പം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു കാണിച്ചു തന്നത്, നമ്മളെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാണ്. നമ്മുടെ ഉള്ളിലുള്ള ക്രൈസ്റ്റിനെ, നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുക നമ്മളിവിടെ തന്നെ ഉള്ളപ്പോൾ. അല്ലാതെ നമ്മൾക്ക് സ്വർഗം നരകം എന്ന് പറയുന്നത് ആഫ്റ്റർ ലൈഫ് ഉള്ളൊരു കൺസെപ്റ്റ് മാത്രമല്ല. ഇവിടെ ഭൂമിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ് സ്വർഗമായാലും നരകമായാലും. കാര്യം ആഫ്റ്റർ ലൈഫ് നമ്മളൊരു എനർജി മാത്രമാണ്, നമുക്ക് സെപ്പറേറ്റ് ബീയിങ്സ് ആയിട്ടില്ല. ഇവിടെയാണ് നമുക്കൊരു ബോഡി ഉള്ളത്, നമുക്ക് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ സത്യങ്ങൾ മനസ്സിലാക്കി തരാനായിട്ട് വന്ന ദൈവപുത്രനായിരുന്നു യേശു ക്രിസ്തു. തൻ്റെ ഉള്ളിലുള്ള സത്യം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറഞ്ഞു. അന്നുള്ള ആൾക്കാരും വിശ്വസിച്ചില്ല, അന്നുള്ള ആൾക്കാർക്കും വ്യത്യസ്തമായിട്ട് തോന്നി. അതിനുശേഷം ഈ സത്യങ്ങൾ വളച്ചൊടിച്ച് ഫിയർ ബേസ്ഡാക്കി സിസ്റ്റംസ് വന്നു, നമ്മളെ അത് പഠിപ്പിച്ചു. അതാണ് സത്യമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനത്തെ പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പേഴ്സണൽ ടെസ്റ്റിമോണി, അതാണ് പാർട്ട് 4. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും ലെങ്തി ആയിട്ടുള്ളൊരു പാർട്ടുമാണിത്. ഇതിനകത്ത് യേശുക്രിസ്തു പറഞ്ഞേക്കുന്നത് അത് തന്നെയാണ്: ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ പ്രകാശം, നമ്മളെല്ലാം തുല്യരാണ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇതിനകത്ത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്രിസ്ത്യാനിറ്റി രൂപപ്പെട്ട സമയത്ത് എടുത്ത കുറേ ബുക്കുകളുണ്ട്. ഇതിനകത്ത് ഇവർ ചൂസ് ചെയ്യാത്ത കുറേ ബുക്കുകളുമുണ്ട്. അതിനകത്ത് യേശുക്രിസ്തുവിൻ്റെ ലൈഫിലെ ടീച്ചിങ്സ് എന്താണെന്ന് കറക്റ്റ് പറയുന്നുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞ കുറേ ബുക്കുകൾ ഇവർ ഒഴിവാക്കി, മൊത്തത്തിൽ ഒഴിവാക്കി. ചൂസ് ചെയ്തതിനകത്ത് ഇവർക്ക് ആവശ്യമുള്ള സത്യങ്ങൾ മാത്രം എടുത്തു. പക്ഷേ ഇവരെടുത്തതിനകത്ത് വരെ സത്യങ്ങളുണ്ട്. അത് നമ്മൾ കേൾക്കേണ്ട രീതിയിൽ കേട്ട് കഴിഞ്ഞാൽ അതിനകത്തുണ്ട്. യേശുക്രിസ്തു പറഞ്ഞതാണ്: കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒന്നും ഡയറക്റ്റായിട്ടല്ല പറഞ്ഞത്, എല്ലാം സിംബോളിക്കായിട്ടാണ് പറഞ്ഞത്. അത് ഈ ബുക്കിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പാർട്ട് 4. അതേ കണക്ക് തന്നെ പാർട്ട് 4 ഡെവിളിനെ പറ്റിയുള്ള കൺസെപ്റ്റ്, ആൻറ്റി ക്രൈസ്റ്റ്, ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. കാര്യം ഇതൊന്നും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല. ദൈവം എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ളൊരു ഫോഴ്സ് അല്ലെങ്കിൽ
നമ്മുടെ ഉള്ളിലുള്ളതാണെങ്കിൽ, ഡെവിളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ എന്ത് കൺസെപ്റ്റ് ആയാലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത്രയ്ക്ക് പവർഫുള്ളാണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള എനർജി എന്ന് പറയുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ബ്രെയിൻ, എനർജി, ലൈക്ക് അത് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാം കണക്റ്റഡ് ആണ്, ഇൻ്റർ കണക്റ്റഡ് ആണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മളെന്ന് പറയുന്നത്. ഡീപ്പായിട്ടുള്ള ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നാണ് കാര്യം. എൻ്റെ ഉള്ളിലുള്ള എനർജിയും ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞതും സെയിം എനർജിയാണ് എൻ്റെ ഉള്ളിലുള്ളത്, നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ളത്. യേശുക്രിസ്തുവിന് എത്രത്തോളം കഴിവുണ്ടായിരുന്നോ അത്രത്തോളം കഴിവ് നിങ്ങൾക്കും ഉണ്ട്, അല്ലെ അതിനപ്പുറത്തുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള എനർജി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ഈ ഭൂലോകം തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ ഫോമായ ആ എനർജിയാണ് നമ്മുടെ ഉള്ളിൽ. അത്രയും പവർഫുള്ളായിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ. ആ വ്യക്തികളാണ് ജീവിതത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കിടന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ട്രഗിളൊക്കെ എങ്ങനെ ഉണ്ടായി, എവിടെ നിന്നുണ്ടായി? ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മുടെ മെൻ്റൽ സ്ട്രഗിളാണ്. പുറമേ ഉള്ള ഫിസിക്കൽ കണ്ടീഷൻസൊക്കെ ഒരു കാരണമാകുന്നതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അതിനകത്ത് ഇത് അവസാനിക്കണമെങ്കിൽ എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? അല്ലാതെ നമ്മൾ ലൈഫിൽ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു ശാന്തത കിട്ടത്തില്ല. സമാധാനം പല സമയത്ത് വരും പോകും. ശാന്തത വരണം. അത് വരണമെന്നുണ്ട്. അതിനുള്ള ഒരു ഏറ്റവും നല്ല മാതൃകയാണ്, മനുഷ്യന് നൽകപ്പെട്ട ഏറ്റവും നല്ല മാതൃകയാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ഇമേജാണ്. ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ കാണുന്ന രീതിയല്ല, ഫിസിക്കൽ അപ്പിയറൻസ് അല്ല ഉദ്ദേശിച്ചേക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഗുണങ്ങളാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അത് ഈ ബുക്കിൽ പറയുന്നുണ്ട്. ആ ഗുണങ്ങൾ ചേർന്ന ഏറ്റവും നല്ല ഇമേജ് എന്ന് പറയുന്നത് യേശുക്രിസ്തു ആയിരുന്നു. പേടിയില്ലാതെ തനിക്ക് ട്രൂ ആയിട്ട് പ്യുവറായിട്ട് ജനിച്ചു തൊട്ട് മരിച്ച വരെ ജീവിച്ച് കാണിച്ചു തന്ന, നമുക്ക് എക്സാമ്പിളായിട്ട് ഏറ്റവും നല്ല ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് യേശുക്രിസ്തു ആയിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ ലൈഫിൽ എന്ന് പറയുന്നത്. അത് ഒരിക്കലും നമുക്കെടുത്ത് പള്ളികളിൽ പൊക്കത്തിൽ വെച്ച് പ്രാർത്ഥിക്കാനല്ല, ജീവിതം കണ്ട് അത് മാതൃകയായിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് നമ്മുടെ ഉള്ളിലെ സത്യം കണ്ടെത്തുക. നമ്മളുടെ സോഴ്സ്, നമ്മളുടെ സത്യം, നമ്മളുടെ ഉള്ളിലെ എനർജി എന്താണെന്ന് തിരിച്ചറിയുക, നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ജീവിക്കുക അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്ന് പറഞ്ഞ കണക്ക് നമ്മളുടെ ജീവിതം അതിൻ്റെ ബെസ്റ്റായിട്ട് ജീവിക്കുക. അതിന് ഏറ്റവും അത്യാവശ്യം നമ്മളുടെ ഉള്ളിലെ സത്യം കണ്ടെത്തുക.